പെയിന്റ് ബ്രഷ്. മലനിരകൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ചെറിയ ഗ്രാമത്തിലായിരുന്നു അപ്പു എന്ന 8 വയസ്സുകാരൻ താമസിച്ചിരുന്നത്. അവൻ എല്ലാവരോടും അനുകമ്പയും സ്നേഹവും ഉണ്ടായിരുന്നു. കൂടാതെ അവൻ എല്ലാവരെയും സഹായിക്കുമായിരുന്നു. അതിനാൽ എല്ലാവർക്കും അവനെ ഇഷ്ടമാണ്. വായിക്കാനും വരയ്ക്കാനും അവന് വളരെ ഇഷ്ടമായിരുന്നു. പക്ഷെ അവൻ്റെ കുടുംബം സാമ്പത്തികമായി വളരെ പിന്നിലായിരുന്നു. ആയതിനാൽ തനിക്ക് വേണ്ട ബ്രഷും ചായങ്ങളും കടലാസുകളും ഒന്നും തന്നെ അവൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. എല്ലാ ദിവസവും ഒരു വടി ഉപയോഗിച്ച് മണലിൽ ചിത്രങ്ങൾ വരയ്ക്കുന്നതായിരുന്നു അവൻ്റെ പതിവ്. തൻ്റെ കുടുംബത്തെ സഹായിക്കാൻ വേണ്ടി തൻ്റെ ചിത്രങ്ങൾക്ക് ജീവൻ ഉണ്ടായിരുന്നു എങ്കിൽ എന്ന് അവൻ എപ്പോഴും ആഗ്രഹിച്ചിരുന്നു. ഗ്രാമത്തിലെ മറ്റു കുട്ടികളാകട്ടെ എപ്പോഴും അവനെ കളിയാക്കുമായിരുന്നു. ചിത്രം വരച്ചാൽ എന്ത് കിട്ടാനാ എന്നും പറഞ്ഞു. എന്നാൽ കലയിലും ഒരു മായാജാലമുണ്ട് എന്ന് അവൻ എപ്പോഴും വിശ്വസിച്ചിരുന്നു. ഒരു നാൾ അവൻ്റെ ജന്മദിനം വന്നെത്തി. അവൻ്റെ അമ്മ അന്നൊരു സമ്മാനം നൽകി. സമ്മാനം കണ്ടതും അപ്പു സന്തോഷത്തിൽ തുള്ളിച്ചാടി. അതിലൊരു പെയിന്റ് ബ്രഷ് ആയിരുന്നു. വളരെ വേഗം തന്നെ തൻ്റെ കൂട്ടുകാരൻ്റെ അടുത്തെത്തി ആ ബ്രഷ് കാണിച്ചു. മടങ്ങി വരുന്ന വഴിയിൽ അവനൊരു കാഴ്ച കണ്ടു. ഒരു ചെറിയ കുട്ടിയുടെ പെയിന്റ് ബ്രഷ് ഒടിഞ്ഞ് നാശമായി നിലത്ത് കിടക്കുന്നു. ആ കുട്ടി കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ടായിരുന്നു, ഞാൻ ആഗ്രഹിച്ച പെയിന്റ് ബ്രഷ് ഉപയോഗമില്ലാതെ പോയിരിക്കുന്നു. എനിക്ക് നാളെ ചിത്രരചന മത്സരമുണ്ട്. ഞാൻ ഇനി എന്ത് ചെയ്യും? എൻ്റെ വീട്ടിൽ ബ്രഷിൻ്റെ കാര്യം പറഞ്ഞാൽ എന്നെ അവർ വഴക്കു പറയും. അപ്പു ഓർത്തു, എൻ്റെ കയ്യിലിരിക്കുന്ന ഈ പെയിന്റ് ബ്രഷ് എന്നേക്കാൾ കൂടുതൽ ഈ കുട്ടിക്കാണ് ഇപ്പോൾ വേണ്ടത്. അതിനാൽ ഞാനിത് ഇവന് കൊടുക്കുന്നതായിരിക്കും ഉചിതം. അപ്പു ആ ബ്രഷ് ആ കുട്ടിക്ക് കൊടുത്തു. ആ കുട്ടി അപ്പുവിനോട് നന്ദി പറഞ്ഞു. അതേ വൈകുന്നേരം അപ്പു ഒരു വലിയ ആൽമര ചുവട്ടിലിരിക്കുമ്പോൾ നീണ്ട വെളുത്ത താടിയുള്ളൊരു മുത്തശ്ശൻ പ്രത്യക്ഷപ്പെട്ടു. മുത്തശ്ശൻ അപ്പുവിനോട് പറഞ്ഞു, ഞാൻ നിന്നെ ഒത്തിരി നാളായി ശ്രദ്ധിക്കുന്നു. നിനക്കൊരു വലിയ സ്നേഹമുള്ള മനസ്സുണ്ട്. നീ എല്ലാവരെയും നന്നായി സഹായിക്കുന്നു. ഈ പെയിന്റ് ബ്രഷ് എടുക്കൂ, ഇതിനൊരുപാട് പ്രത്യേകതയുണ്ട്. മുത്തശ്ശൻ അദ്ദേഹത്തിൻ്റെ ഒരു സ്വർണ്ണ പെയിന്റ് ബ്രഷ് നൽകി. എന്നിട്ട് പറഞ്ഞു, ഇത് നിന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടാതെ നോക്കുക. അർഹതയുള്ള കൈകൾക്കേ ഇത് പോകാൻ പാടുള്ളൂ. ഓർക്കുക, ഒരു നാൾ ഈ സ്വർണ്ണ ബ്രഷ് നിന്നിൽ നിന്ന് അപ്രത്യക്ഷമാകും. അതുവരെ ഇതിനെ നന്നായി ഉപയോഗിക്കുക. ഇത്രയും പറഞ്ഞ് ഒരു നേർത്ത വായുവിൽ അദ്ദേഹം അപ്രത്യക്ഷനായി. അപ്പു അത്ഭുതപ്പെട്ടു. അവൻ വേഗം തന്നെ തൻ്റെ വീട്ടിലേക്ക് ഓടിച്ചെന്നു. അവൻ്റെ അമ്മ അവനെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അവൻ പെട്ടെന്ന് ഒരു കടലാസിൽ ഒരു പാത്രം നിറയെ ചോറും കറിയും വരച്ചു. അത്ഭുതമെന്ന് പറയട്ടെ, പെട്ടെന്ന് ആ ചിത്രം തിളങ്ങി. ആവി പറക്കുന്ന ഒരു പാത്രം ചൂടുള്ള ചോറും കറിയും തൻ്റെ മുന്നിൽ വന്നു. അപ്പുവും അവൻ്റെ അമ്മയും അച്ഛനും എല്ലാവരും അത്ഭുതത്തോടെ ആ ദൃശ്യം കണ്ടു നിന്നു. അല്പസമയം കഴിഞ്ഞ് അവർ വല്ലാണ്ട് സന്തോഷിക്കുകയും ചെയ്തു. ഇതൊരു മാന്ത്രിക ബ്രഷാണെന്നും അതുകൊണ്ട് വരച്ചാൽ ഏതൊരു വസ്തുവും യഥാർത്ഥമായി തൻ്റെ മുന്നിൽ കിട്ടുമെന്നും അവർക്ക് മനസ്സിലായി. അടുത്ത ദിവസങ്ങളിൽ അപ്പു തൻ്റെ ഗ്രാമത്തെ സഹായിക്കാനും തുടങ്ങി. വിശക്കുന്നവർക്കായി ചൂടുള്ള ഭക്ഷണം നൽകി. വസ്ത്രങ്ങളില്ലാത്തവർക്ക് പുതിയ വസ്ത്രങ്ങൾ നൽകി. കർഷകർക്ക് നല്ല ധാന്യങ്ങളും വിളകളും നൽകി. അങ്ങനെ ആ ഗ്രാമത്തിലെ എല്ലാവരെയും അവൻ സഹായിച്ചു. എല്ലാ ഗ്രാമവാസികളും അവനോട് കടപ്പെട്ടിരിക്കുന്നു. ദിവസങ്ങൾ സന്തോഷത്തോടു കൂടിയും സമാധാനത്തോടു കൂടിയും കടന്നുപോയി. എന്നാൽ ആ ഗ്രാമത്തിലെ ഒരാൾക്ക് മാത്രം സന്തോഷം തോന്നിയില്ല. ആരാണ് അയാൾ? അത്യാഗ്രഹിയായ നാട്ടിലെ രാജാവ്. മാന്ത്രിക പെയിന്റ് ബ്രഷിനെ കുറിച്ചുള്ള വാർത്ത രാജാവിൻ്റെ മുന്നിൽ എത്തിയത് മുതൽക്കേ അദ്ദേഹം അസ്വസ്ഥനായി കാണപ്പെട്ടു. ഒട്ടും വൈകാതെ തന്നെ അദ്ദേഹം തൻ്റെ പട്ടാളക്കാരോട് പറഞ്ഞു, ആ ബാലകനെ പിടിച്ചു കെട്ടിക്കൊണ്ടുവരിക. രാജാവ് അപ്പുവിനെ പിടികൂടി ബ്രഷ് പിടിച്ചെടുക്കാൻ തൻ്റെ പട്ടാളക്കാരെ അയച്ചു. അദ്ദേഹം അപ്പുവിനോട് കൽപ്പിച്ചു, എനിക്കൊരു സ്വർണ്ണമാല വരയ്ക്കൂ. ഞാൻ ലോകത്തിലെ ഏറ്റവും ധനികനായ രാജാവാകാൻ ആഗ്രഹിക്കുന്നു. അപ്പു വിസമ്മതിച്ചു. ഈ പെയിന്റ് ബ്രഷ് അത്യാഗ്രഹത്തിനുള്ളതല്ല, നല്ല ആൾക്കാരെ സഹായിക്കാനുള്ളതാണ് എന്നു പറഞ്ഞു. അത് കേട്ട് ദേഷ്യം വന്ന രാജാവ് അപ്പുവിന് തുറവിലടച്ച് പെയിന്റ് ബ്രഷും സ്വയം എടുത്തു. രാജാവ് പെയിന്റ് ബ്രഷ് ഉപയോഗിക്കാൻ ശ്രമിച്ചു. എന്നാൽ അത് പ്രവർത്തിച്ചില്ല. അദ്ദേഹം ദേഷ്യത്തോടെ അപ്പുവിനെ വിളിച്ചു. അതെങ്ങനെയാണ് ഉപയോഗിക്കുക എന്ന് എന്നോട് പറയൂ.
അപ്പുവിന് പെട്ടെന്നൊരു ബുദ്ധി തോന്നി. ഞാൻ താങ്കൾക്ക് വേണ്ടി വരയ്ക്കാൻ രാജാവേ. രാജാവ് ചിരിച്ചു. കൊള്ളാം, ആദ്യം ആകാശത്തിലൊരു വലിയ കൊട്ടാരം വരയ്ക്കൂ എന്ന് കൽപ്പിച്ചു. മേഘങ്ങൾക്കിടയിൽ ഉയർന്നു നിൽക്കുന്ന ഒരു സ്വർണ്ണ കൊട്ടാരം അപ്പു വരച്ചു. രാജാവ് ആവേശത്തോട് ചിരിച്ചു. ഇപ്പോൾ എനിക്ക് മുകളിലേക്ക് പോകാൻ ഒരു പാലം വരയ്ക്കൂ എന്ന് പറഞ്ഞു. കൊട്ടാരത്തിലേക്ക് നയിക്കുന്ന ഒരു പാലം അപ്പു വരച്ചു. രാജാവും പട്ടാളക്കാരും ആവേശത്തോടെ മുകളിലേക്ക് കയറി. കൊട്ടാരത്തിലെത്തിയ ഉടൻ അപ്പു ഒരു കൊടും കാറ്റ് വരച്ചു. കാറ്റിന്റെ ശക്തി കാരണം പാലം പൊളിഞ്ഞുപോയി. രാജാവും അദ്ദേഹത്തിന്റെ അത്യാഗ്രഹങ്ങളും എന്നേക്കുമായി ആകാശത്തിൽ കുടുങ്ങി. രാജാവ് പോയതോടുകൂടി ഗ്രാമവാസികൾക്ക് സ്വാതന്ത്ര്യവും സന്തോഷവും തോന്നി. അവരെ സഹായിക്കാൻ അപ്പു പെയിന്റ് ബ്രഷ് ഉപയോഗിച്ചുകൊണ്ടേയിരുന്നു. അവൻ ആ ഗ്രാമത്തിന് ആവശ്യമായ വായനശാലകളും ആശുപത്രികളും പൂന്തോട്ടങ്ങളും വരച്ചു. ഗ്രാമം മനോഹരവും ഐശ്വര്യവും നിറഞ്ഞതായി കാണപ്പെട്ടു. ഒരു രാത്രി ആ പഴയ മുത്തശ്ശൻ വീണ്ടും അപ്പുവിന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. നീ ഈ പെയിന്റ് ബ്രഷ് നല്ല കാര്യങ്ങൾക്കായി ഉപയോഗിച്ചു. നീ ഈ നാടിന് ഒരു നല്ല ഉദാഹരണമാണ്. ഇന്ന് നീ ഒരു നല്ല മനുഷ്യനായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ജീവിതം മുഴുവൻ ഇത് തുടരുക. ഇത്രയും പറഞ്ഞ് മുത്തശ്ശൻ വീണ്ടും അപ്രത്യക്ഷനായി. പെയിന്റ് ബ്രഷും അതിനോടൊപ്പം മാഞ്ഞുപോയി. അപ്പു ഒന്ന് പുഞ്ചിരിച്ചു. അവന് പെയിന്റ് ബ്രഷ് പോയതിൽ വിഷമം തോന്നിയില്ല. അവന് ഇനി ആ പെയിന്റ് ബ്രഷിന്റെ ആവശ്യമുണ്ടായിരുന്നില്ല. കാരണം നന്മ എന്നും നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ടാകുമെന്നും നല്ല പ്രവൃത്തി ചെയ്യാൻ ഒരു നല്ല മനസ്സുണ്ടായാൽ മാത്രം മതിയെന്നും അവൻ അപ്പോഴേക്കും മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. വർഷങ്ങൾ കടന്നുപോയി. അവൻ പഠിച്ചൊരു നല്ല അധ്യാപകനായി മാറി. ഒപ്പം തന്നെ കലയും അവൻ ചേർത്ത് പിടിച്ചിട്ടുണ്ടായിരുന്നു. സായന സമയങ്ങളിൽ ഒരു ചിത്രം വരയ്ക്കുന്നത് അവൻ മുടക്കിയിരുന്നില്ല. ആകാശത്തെ നോക്കി ഒരു പുഞ്ചിരി നൽകി നിൽക്കുമായിരുന്നു അവൻ.